കാസർഗോഡ് യാത്രയിലെ കാഴ്ചകളാണ്. പോകുമ്പോൾ കണ്ണൂർ ഫത്തുൽ മൊയ്ൻ്റെ രചയിതാവ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം സഗീറിൻ്റെ മക്കാമുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരുവിൻ്റെ പേര് പോലും ഈ ഫലകത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സമ്മേളനത്തിൻ്റെ ഗ്രൗണ്ട്, സമാപന സമ്മേളനത്തിൻ്റെ സ്ഥലം കണ്ടു. അതിനുശേഷം ഞങ്ങൾ പോയിട്ടുള്ളത് ബേക്കൽ കോട്ട കാണാനാണ്. ബേക്കൽ കോട്ട കാസർഗോഡ് സമ്മേളനത്തിൻ്റെ ഒരു 14 മിനിറ്റ് സമയം ഓടാനുള്ളൂ. ബേക്കൽ കോട്ട കാണാൻ കുറേ സ്ഥലമുണ്ട്. ഏറ്റവും വലിയ കോട്ടയും കൂടിയാണിത്. പിന്നെ ഇതിൽ 120 രൂപ ചാർജ് വരുന്നുള്ളൂ. ഇത് നടന്ന് കാണാൻ അത്രയും സ്ഥലമുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഒരു വശത്ത് ബീച്ചും കൂടിയാണ്. ബീച്ചിലേക്ക് നമുക്ക് ഇറങ്ങാൻ കഴിയില്ലെങ്കിൽ പോലും ബീച്ചിൻ്റെ ഒരു വശമാണ് ഇതുള്ളത്. അതായത് തോണികൾ കാണുന്നുണ്ട്, ബോട്ടുകളുണ്ട്. ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് മുകളിൽ പോയാൽ കാണാൻ കഴിയും. 2 കാര്യങ്ങൾ ഇവിടെ മുകളിൽ പോയാൽ കിട്ടും: കടലിൻ്റെ കാഴ്ചയും അതുപോലെ പിന്നെ നല്ല ഉയർന്ന ഒരു കോട്ടയുടെ കാഴ്ചകളും കാണാൻ കഴിയും. ഇത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ബേക്കൽ കോട്ട എന്നുള്ളത്. മുകളിൽ കുറേ മരങ്ങളും ചെടികളും പിന്നെ എല്ലാ ഫലങ്ങളുണ്ട്. നല്ല ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെ വലിയ ഒരു കോട്ട. അത്രയും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ബേക്കൽ കോട്ട നിർബന്ധമായ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. പിന്നീട് അതിന് മുകളിൽ ഞങ്ങൾ കുറേ സമയം ഏകദേശം ചിലവഴിച്ചിട്ടുണ്ടാകും. നല്ല ചൂടുള്ള വെയിലാണെന്നുള്ള പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടെ അത്രയും ചൂട് സഹിക്കാൻ കഴിയാത്ത സ്ഥലമാണ്. പിന്നെ ഇവിടെ ഒന്നുകിൽ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ആ സമയത്ത് വന്ന് പോകുമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ വല്ലാതെ മുന്നോട്ട് പോകില്ല. ബേക്കൽ കോട്ട കണ്ടുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ അത് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് വരിക. ബേക്കൽ കോട്ട. അപ്പോൾ ഞാൻ രണ്ടാമത്തെ സ്ഥലങ്ങൾ കണ്ടത് ബേക്കൽ കോട്ടയാണ്. ബേക്കൽ കോട്ട കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോകുന്നത് മാലിക് ദീനാറിൻ്റെ മറ്റൊരു മസ്ജിദാണ്. കൊടുങ്ങല്ലൂരല്ലാത്ത മറ്റൊരു മസ്ജിദാണ്. അപ്പോൾ ഈ മസ്ജിദും കാണേണ്ട സ്ഥലം തന്നെയാണ്. പ്രസിദ്ധമായ സ്ഥലമാണ്. വളരെ വലിയ സുന്ദരമായ ഒരു മസ്ജിദാണ് ഈ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ളുഹർ നിസ്കരിക്കാൻ ഇവിടെ കൂടി. ഇവിടുത്തെ നിസ്കാരം ജമാഅത്തിൽ പങ്കെടുത്ത് അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. പിന്നീട് പോകുന്നത് ഇത് തളങ്കര എന്നുള്ള സ്ഥലത്താണ്. തളങ്കര അതും വല്ലാതെ ഓടാനില്ല. ഒരു 10-20 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് എടുത്താം. പിന്നീട് മടക്കയാത്രയാണ്. വരുന്ന വഴിക്ക് ഭക്ഷണം കഴിച്ചു. കണ്ണൂരുള്ള പെറ്റ് സ്റ്റേഷൻ, അതായത് തത്തകളുടെയും പിന്നെ പലവിധ ജന്തുക്കളുടെയും മത്സ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മത്സ്യങ്ങളൊക്കെ നമുക്ക് അതിൽ ഭക്ഷണം കൊടുക്കാൻ കഴിയും. പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് സർപ്പങ്ങൾ, ചെറിയ പാമ്പുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മളെ തോളിലിട്ട് തരും. അതിന് പൈസ വേറെ കൊടുക്കണമെന്ന് മാത്രം. അതുപോലെ വലിയ ഒന്തുകളെ പോലെയുള്ള ജന്തുക്കളുണ്ട്. അങ്ങനെയുള്ള എല്ലാ സുന്ദരമായ സ്ഥലമായിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾ കാണാത്ത തരം നല്ല സുന്ദരമായ മീനുകൾ, പൂച്ചകളുണ്ട്. പിന്നെ ഫോക്സ്, ഉടുമ്പുകൾ, ഇങ്ങനത്തൊക്കെ നല്ല ഒരു അനുഭവം നൽകുന്ന ഒരു സ്ഥലം തന്നെയാണിത്. ഇത്രയും സ്ഥലങ്ങളാണ് കാസർഗോഡ് യാത്രയിൽ ഒറ്റ ദിവസം കൊണ്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ കണ്ണൂരും കാസർഗോഡുമായിട്ടുള്ള 2 സ്ഥലങ്ങളാണ് വന്നിട്ടുള്ളത്. ഇത്രയും കഴിയുള്ളൂ. ഈ സമയം കൊണ്ട് നമുക്ക് ഇത്രയും സ്ഥലങ്ങൾ കവർ ചെയ്യാൻ കഴിയുക എന്നുള്ളത് വലിയ കിട്ടലാണ്. സമയം വേസ്റ്റ് ചെയ്യാതെ ചെയ്താൽ നമുക്കിത് സുന്ദരമായിട്ട് കിട്ടാൻ കഴിയും. ഒരു കാര്യം കൂടി, അവസാനം ഒരു ബീച്ച് ഉണ്ട് കേട്ടോ. അതായത് പെറ്റ് സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ ബീച്ചാണ്. അത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കാണുകയും ചെയ്യാം. അപ്പോൾ ഒരു ബീച്ചും കിട്ടി എന്ന് കൂടി മനസ്സിലാക്കുക.